വർഷത്തിൽ എല്ലാ ദിവസവും ബലിതർപ്പണം നടത്തുവാൻ സാധിക്കുന്നു എന്ന നിലയിൽ വയനാട് ജില്ലയിലെ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. എന്നാൽ ഈ ക്ഷേത്രത്തിലൂടെ പ്രസിദ്ധി നേടിയ മറ്റൊരു ശിവക്ഷേത്രമുണ്ട് വയനാട് ജില്ലയിൽ. പരശുരാമനാൽ പ്രതിഷ്ഠ നടത്തിയ 108 ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും അവസാനമായി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൽ മഹാദേവന് നെയ്വിളക്കർപ്പിച്ചതിനു ശേഷമാണ് പാപനാശിനിയിൽ ബലിതർപ്പണം നടത്തേണ്ടത് എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രമേതെന്നും ഈ ക്ഷേത്രത്തിന് പിന്നിലുള്ള ഐതിഹ്യ കഥയും ഒപ്പം ഈ ക്ഷേത്രത്തിന്റെ മറ്റു പ്രത്യേകതകളും ഒക്കെ അറിയാനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വയനാട് ജില്ലയിലെ കാടുകളിൽ ഇതുപോലെ അധികമാരും അറിയപ്പെടാത്ത ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ചില ക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് ഈ സീരീസ്. അടുത്ത വീഡിയോയിൽ ഇതുപോലെ കാടിനുള്ളിൽ അധികമാരും അറിയപ്പെടാത്ത 1000 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തെ നമുക്ക് പരിചയപ്പെടാം. വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്ത് തിരുനെല്ലിയെ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഹൈന്ദവ ക്ഷേത്രമായ തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. ഇവിടെ സ്വയംഭൂവായ മഹാദേവൻ പടിഞ്ഞാറു ദർശനം നൽകി കുടികൊള്ളുന്നു. തൃശ്ശിലേരി ഈ ക്ഷേത്രത്തിൽ മഹാദേവന് വിളക്കുവച്ചതിനു ശേഷം പാപനാശിനിയിൽ ചെന്ന് മരിച്ചവർക്ക് ബലിതർപ്പണം നടത്തി തിരുനെല്ലിയിൽ മഹാവിഷ്ണുവിനെ വണങ്ങണം എന്നാണ് പഴയ ആചാരം. എന്നാൽ ഇന്ന് ചുരുക്കം ചില ഭക്തന്മാർ മാത്രമാണ് ഈ ഒരു രീതി പിന്തുടരുന്നത്. പണ്ട് ഈ 2 ക്ഷേത്രങ്ങളും തിരുനെല്ലിയിലായിരുന്നുവെന്നും അന്ന് ശൈശവരും വൈഷ്ണവരുമായി നടന്ന യുദ്ധത്തിൽ ശൈശവർ ഇങ്ങോട്ടു പലായനം ചെയ്യുകയായിരുന്നുവെന്നുമാണ് ഐതിഹ്യം. അതിനാൽ തന്നെ ശിവന്റെ ശിരസ് തൃശ്ശിലേരി ക്ഷേത്രത്തിലും പാദം പാപനാശിനിയിലുമാണെന്നാണ് വിശ്വാസം. അതിനാലാണ് പിതൃബലിയുടെ കർമ്മം പരമശിവന്റെ പാദത്തിലും സമർപ്പണം മഹാവിഷ്ണുവിന്റെ പാദത്തിലും ചെയ്യപ്പെടുന്നത്. ധാരാളം പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് തൃശ്ശിലേരി ക്ഷേത്രം. ഇവിടുത്തെ ക്ഷേത്ര ദർശനത്തിനും ചില രീതികളുണ്ട്. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് ആദ്യം കാണുവാൻ സാധിക്കുക നന്ദികേശന്റെ പ്രതിമയാണ്. ഇവിടെ പ്രാർത്ഥിച്ചതിനു ശേഷമാണ് നമ്മൾ നാലമ്പലത്തിലേക്ക് കടക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഉപദേവത. സദാസമയം ശുദ്ധജലത്തിൽ വസിക്കുന്ന ജലദുർഗയിലേക്കുള്ള വെള്ളം പാപനാശിനിയിൽ നിന്നും വരുന്നതാണ് എന്നതാണ് മറ്റൊരു അത്ഭുതം ജനിപ്പിക്കുന്ന കാര്യം. മറ്റൊരു അത്ഭുതം ജനിപ്പിക്കുന്ന കാര്യമാണ് ജലദുർഗയുടെ പ്രതിഷ്ഠയുള്ള ശ്രീകോവിലിന് ചുറ്റുമുള്ള വെള്ളം ഏതു കാലാവസ്ഥയിലും ഒരേ നിരപ്പിൽ നിലനിൽക്കുമെന്നത്. പരശുരാമനാൽ പ്രതിഷ്ഠ നടത്തിയ ദുർഗാ പ്രതിഷ്ഠയാണ് ഇവിടെയെന്നും ഇതിനു ചുറ്റുമുള്ള ജലം സർവരോഗ സംഹാരിയാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഉപദേവത. ചമ്രം പടിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ജടാധാരിയായ ശാസ്താ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. കേരളത്തിൽ ഇതുപോലെ പ്രതിഷ്ഠയുള്ള ശാസ്താവിന്റെ ഏക ക്ഷേത്രം കൂടിയാണിത്. സന്യാസം അനുഷ്ഠിക്കുന്ന ശാസ്താവിനെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ സൂചിപ്പിക്കുന്നത്. ഈ ക്ഷേത്രത്തിലുള്ള മറ്റ് ഉപദേവ പ്രതിഷ്ഠകളാണ് ഗോപാലകൃഷ്ണനും ഒപ്പം കന്നിമൂല ഗണപതിയും. ഇത് കൂടാതെ മറ്റു ഉപദേവതകളും ഈ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിന് വെളിയിലെത്തി ഈ പടവുകൾ കയറിയാൽ നമ്മളെത്തുന്നത് മറ്റ് ഉപദേവ പ്രതിഷ്ഠകൾ കാണാനാണ്. ദൈവത്താർ ഭദ്രകാളി, ഭഗവതി ഒപ്പം നാഗരാജാവായ വാസുകി തുടങ്ങിയ ഉപദേവ പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത്. മീനമാസത്തിലെ പൂരുരുട്ടാതി മുതൽ രേവതി വരെയുള്ള 3 ദിവസത്തിലായാണ് ക്ഷേത്രത്തിന്റെ ഉത്സവം കൊണ്ടാടുന്നത്. അവസാന ദിവസമായ രേവതി നക്ഷത്രത്തിലാണ് ഇവിടെ കലശം നടക്കുന്നത്. അതുപോലെ പ്രത്യേകതയുള്ള മറ്റൊരു ദിവസമാണ് പ്രതിഷ്ഠാ ദിനം. ധനുമാസം 17-ാം തീയതിയാണ് ഇത് നടത്തപ്പെടുന്നത്. അന്നേ ദിവസം ക്ഷേത്രത്തിൽ ചുറ്റുവിളക്കും ഉണ്ടാവാറുണ്ട്. തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം നമ്മൾ എത്തിച്ചേരുന്നത് വയനാട് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാന ക്ഷേത്രമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. 30 കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തുന്ന
ഈ തിരുനെല്ലി ക്ഷേത്രം ഒരു വാസ്തുവിദ്യാ വിസ്മയം തന്നെയാണ്. ക്ഷേത്രത്തിന്റെ തറയിൽ വലിയ കരിങ്കൽ പാളികൾ പാകിയിരിക്കുന്നു. ഈ ക്ഷേത്രനടയിൽ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പാപനാശിനിയിൽ ചെന്ന് ബലിതർപ്പണം നടത്തുന്നത്. ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് അകലെയായാണ് പാപനാശിനി സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് പാപനാശിനി. ഇവിടെയാണ് നമ്മൾ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നത്. ഇവിടെ കർമ്മങ്ങൾ ചെയ്തതിനു ശേഷമാണ് ക്ഷേത്രത്തിലെത്തി മഹാവിഷ്ണുവിനെ വണങ്ങേണ്ടത്. ഇതോടുകൂടി പിതൃക്കൾക്കുള്ള ബലിതർപ്പണം പൂർണ്ണമാവുന്നു. ക്ഷേത്രത്തിന് സമീപമായി കാണുന്ന ഒരു ഗുഹയാണിത്. ഇവിടെ പരമശിവന്റെ സാന്നിധ്യമുണ്ട് എന്നാണ് വിശ്വാസം. ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠയും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കാണുന്നതാണ് പഞ്ചതീർത്ഥം. പഞ്ചതീർത്ഥം എന്നാൽ 5 തീർത്ഥങ്ങൾ ഒന്നിച്ചു ചേർന്നത് എന്നാണ്. ഈ ക്ഷേത്രത്തിന് 4 ഭാഗങ്ങളിലായി ഭഗവാന്റെ തൃക്കൈകളിൽ പരിലസിക്കുന്ന ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഉത്ഭവിക്കുന്ന ശംഖതീർത്ഥം, ചക്രതീർത്ഥം, ഗദാതീർത്ഥം, പത്മതീർത്ഥം എന്നിവയും ഭഗവാന്റെ പാദതീർത്ഥമായ അഭിഷേക തീർത്ഥവും ഒന്നിച്ചു ചേർന്നതാണ് ഈ പഞ്ചതീർത്ഥം. ഇതാണ് കരിങ്കൽ പാത്തി. ഈ കരിങ്കൽ പാത്തി നിർമ്മിച്ചതിന് പിന്നിൽ ഒരു കഥയുണ്ട്. പണ്ട് ചിറക്കൽ രാജാവിന്റെ പത്നിയും വാരിക്കര നായനാർ കുടുംബത്തിലെ അംഗവുമായ വാരിക്കര തമ്പുരാട്ടി ഈ ക്ഷേത്രം ദർശിക്കാനെത്തി. ഭഗവത് ദർശനത്തിന് ശേഷം ദാഹശമനത്തിനായി അല്പം വെള്ളം ചോദിച്ചപ്പോൾ പാപനാശിനിയിൽ നിന്നും വെള്ളം എത്തിക്കുന്നതിനുള്ള വിഷമം ശാന്തിക്കാരൻ വിശദമായി തമ്പുരാട്ടിയോട് പറഞ്ഞുകൊടുത്തു. ക്ഷേത്രത്തിലേക്ക് ശുദ്ധജലം എത്തിച്ചതിനു ശേഷം മാത്രമേ താൻ ഇനി ജലപാനം ചെയ്യൂ എന്ന് ഭഗവാന്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യുകയും പരിചാരകരെ വരുത്തി ക്ഷേത്രത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടിക്ക് കൽപ്പന നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കരിങ്കൽ പാത്തി നിർമ്മിക്കുന്നത്. തൃശ്ശിലേരി ക്ഷേത്രവും അതിന്റെ പ്രത്യേകതയും ഒപ്പം തൃശ്ശിലേരി ക്ഷേത്രവും തിരുനെല്ലി ക്ഷേത്രവുമായുള്ള ബന്ധവും ഒക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ. ഇതുപോലെ മറ്റു ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. വയനാട് ജില്ലയിലെ തന്നെ കാടുകൾക്കുള്ളിൽ മറഞ്ഞു നിൽക്കുന്ന മറ്റൊരു ക്ഷേത്രത്തെ കൂടി നമുക്ക് പരിചയപ്പെടാം അടുത്ത പാർട്ടിലൂടെ. 1000 വർഷത്തിലധികം പഴക്കമുള്ള ആ ക്ഷേത്രം ഏതാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ അറിയാം. നന്ദി.